ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ എൻ്റെ കരിയർ പോകുന്നപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ നെയിം ദേവാനന്ദൻ എന്നാണ്. ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ ബികോമാണ് പഠിച്ചത്. ബികോം പഠിച്ചിരുന്ന ടൈമിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ പാഷൻ എന്താണോ എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ സൂപ്ലി വന്നതിന് ശേഷമാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഒക്കെ വന്നത്. ഇപ്പോഴത്തെ പല പിള്ളേർക്കും +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്ത് കോഴ്സ് എടുക്കണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കാൻ പറ്റും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഒരു കോഴ്സ് കഴിഞ്ഞാൽ എങ്ങനെ പോകണം, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ പോകണം, അങ്ങനെ ഒരു പാത്ത് നമുക്ക് കിട്ടും. അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിനെ പറ്റി അറിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിച്ച് അവൻ റെഫർ ചെയ്ത് അങ്ങനെ ഇവിടെ വന്ന് പഠിച്ച്. നമ്മൾ രോഹിത് സാറായിരുന്നു ട്രെയിനർ. ഒന്നാമത് സാറിൻ്റെ സപ്പോർട്ട്. ഞാൻ പഠിച്ച് 3 വർഷം കഴിഞ്ഞ് ഇപ്പോഴും എനിക്ക് സാറുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ ഞാനൊരു കോളേജിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അവരുമായിട്ട് ഒരു കോൺടാക്റ്റ് ഇല്ല. പക്ഷേ സാറിന് ഇപ്പോൾ ഒരു കോൾ വിളിച്ചാൽ സാർ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. തിരക്കാണെന്നറിയാം, എന്നാലും അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തരും. അതാണ് മെയിൻ പോയിന്റ്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നമുക്കൊരു കരിയറിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും, എങ്ങനെ പോകാൻ പറ്റുമെന്ന്. അതാണ് മെയിൻ. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വെക്കണം, എങ്ങോട്ട് പോകണം, ആ ഒരു ഐഡിയ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിൽ കൂടെ പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാത്ത് എനിക്കിപ്പോൾ അറിയാം. അടുത്തൊരു നെക്സ്റ്റ് 3 ഇയേഴ്സ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട് ഈ ഫീൽഡ്, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി. പക്ഷെ അതുകൂട്ട് എല്ലാവരും പഠിക്കുന്നുമുണ്ട്. ഇപ്പം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി സൂപ്പർ കൊടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, എങ്ങനെ ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാം, എങ്ങനെ കയറാൻ പറ്റും, അതും കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനൊരു 3 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഇതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇപ്പോൾ ഒരു 2-3 കമ്പനിയിൽ നിന്ന് മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് പിന്നെ എന്തും വേണ്ടി സാധ്യതകൾ ഇങ്ങനെ തുറന്നു കിടക്കാം. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പം എന്തായാലും അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം, പിന്നെ നല്ല ട്രെയിനർ ആയിരിക്കണം. പിന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് പഠിച്ചിറങ്ങി എനിക്ക് വിത്തിൻ 1 വീക്ക് കൊണ്ട് തന്നെ പ്ലേസ്ഡ് ആകാൻ പറ്റി. കാരണം അത്രത്തോളം എനിക്ക് ഇവിടുന്ന് എനിക്ക് ക്രാക്ക് ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോഴത്തെ ജനറേഷൻ്റെ അപ്പുറം കാര്യങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എങ്ങനെ എൻ്റെ കരിയർ പോകുന്നപോലെ എനിക്ക് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ എന്നെ ബികോം ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ബികോം എങ്ങനെയോ കംപ്ലീറ്റ് ആക്കി. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ കരിയർ മാറാൻ തുടങ്ങി. എനിക്ക് ഗ്രോത്തേ വന്നിട്ടുള്ളൂ. ഈ ലെവലിൽ നിന്ന് ഇപ്പം ഞാൻ ഇങ്ങോട്ട് തന്നെ പോയിക്കൊണ്ട് ഇതിൻ്റെ ഇത് വന്നിട്ടില്ല. ഇത്രയും നല്ലോണം കോഴ്സിൻ്റെ ഇത് ആൾക്കാർ പഠിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് ഇങ്ങനത്തെ ഒരു ഗ്രോത്തേ ഉള്ളൂ. എൻ്റെ താഴോട്ട് എനിക്ക് പോയിട്ടില്ല. ഇനിയും മണ്ടക്കോട്ട് തന്നെ പോകത്തുള്ളൂ. അത്രത്തോളം ഓപ്പർച്യൂണിറ്റിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബിസിനസ്സിനും ഇപ്പം മാർക്കറ്റിംഗ് വേണം ത്രൂ ഡിജിറ്റൽ. അപ്പോൾ നമുക്ക് ഇനിയും സാധ്യതകൾ കൂടിക്കൊണ്ടേയിരിക്കും.